ഹായ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രധാന കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ആ കൊലപാതകമാണ്. 2 ചെറുപ്പക്കാർ മോട്ടോർ ബൈക്കിൽ വരുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ട് 4 മറ്റൊരു ചെറുപ്പക്കാർ വരുന്നു. അങ്ങനെ ഇവരെ തട്ടിയിട്ട് പേപ്പട്ടിയെ കൊല്ലുന്ന പോലെ വളരെ നീചമായ രീതിയിലാണ് തല്ലി കൊന്നത്. അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ വളരെയധികം പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വളരെയധികം ക്രൂരകൃത്യങ്ങൾ നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. ഇന്നിപ്പം പറഞ്ഞിട്ട് അവരാ ഈ 4 പേരും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ പ്രായത്തിൻ്റെ ആനുകൂല്യമോ വല്ല രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇവർ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതിനെ കൊണ്ടൊന്നും കാര്യമായില്ല. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ അധോലോകം, പോക്കറ്റടിക്കാർ, പിടിച്ചുപറി, നിർബന്ധിച്ചിട്ട് വേശ്യാവൃത്തി നടത്തുന്ന ജനങ്ങൾ, തെരുവ് ഗുണ്ടകൾ, ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയ സമയത്തായിരുന്നു പഞ്ചാബിൽ നിന്ന് ഒരു ഓഫീസറെ മഹാരാഷ്ട്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്നത് ബോംബെയിൽ. ഇയാൾ 2 മാസം കൊണ്ട് അവിടെയുള്ള ഓരോ കുറ്റവാളിനെയും നല്ല നിലയിൽ കൈകാര്യം ചെയ്തു. 2 മാസം കൊണ്ട് ക്ലീൻ സിറ്റാക്കി മാറ്റിയെടുത്തു. അയാൾ ചെയ്തത് ഇത്തരം കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവരൂ, 2 ദിവസം ലോക്കപ്പിൽ വെക്കൂ. അയാൾ ഇവരെ പറ്റി കംപ്ലീറ്റ് അന്വേഷിച്ചു, ഈ ക്രിമിനലിനെ പറ്റിയിട്ട്. അങ്ങനെ അയാൾക്ക് തോന്നുന്നു യാതൊരു കാരണവശാലും ഇവൻ നന്നാവില്ല എന്ന്. അങ്ങനെ രാത്രി ഈ കുറ്റവാളികളെ തുറന്നു വിടൂ, വെടിവെച്ച് കൊന്നേക്കൂ. അതിന് ഒരു ഓമന പേരുണ്ടായിരുന്നു, എൻകൗണ്ടർ മർഡർ. ആ പേരിലായിരുന്നു ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. 2 മാസം കൊണ്ടാണ് അവിടുത്തെ തെരുവ് ഗുണ്ടകളെയും അധോലോകത്തിനെയും പോക്കറ്റ് അടിക്കാരെയും വേശ്യാവൃത്തി നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നവരെല്ലാം പിടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയത്. ഇതുപോലത്തെ ഒരു പോലീസ് ഓഫീസർ കേരളത്തിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. ഇതുപോലത്തെ ഒരു പോലീസ് ഓഫീസർ കേരളത്തിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യൂ. അതുകൊണ്ട് അത്തരം പോലീസിനെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരണം.